ചെരുപ്പിൻ്റെ വാറ് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസുണ്ട്. അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ശിറാക്കി നഅലിഹി. ഒരാളുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാളും സ്വർഗം അവനോട് അടുത്താണെന്നാണ് പറഞ്ഞത്. ചെരുപ്പിൻ്റെ വാറ് എത്രത്തോളം അടുത്താണോ അതിനേക്കാളും അടുത്താണ് സ്വർഗമുള്ളത്. ആ ഹദീസ് അവിടെ അവസാനിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത വാചകം വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ തന്നെയാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ ആശയം? ചെറിയൊരു വാക്ക് മതി നമുക്ക് സ്വർഗം കിട്ടാൻ. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു ചെറിയ കർമ്മം മതി നമ്മൾ സ്വർഗത്തിലെത്താൻ. അതുപോലെ തന്നെയാണ് നരകത്തിൻ്റെ കാര്യവും. നമ്മൾ പറയുന്ന ഒരു വാക്കായിരിക്കും ചിലപ്പോൾ നമ്മളെ നരകത്തിലെത്തിക്കുക. അത് പച്ച കുഫ്റായിരിക്കും. ആ വാക്കിൻ്റെ ഗൗരവം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് കോപമുള്ള ഒരു പണി, ഹറാമായൊരു പ്രവൃത്തി മതിയാകും നരകത്തിലെത്താൻ. അപ്പം നരകവും സ്വർഗവും നമ്മുടെ തൊട്ടടുത്തുണ്ട്. നരകം വേണോ സ്വർഗം വേണോ എന്നത് നമ്മൾ ആലോചിക്കുക. ആഖിറത്ത് നഷ്ടപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം. സ്വർഗം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ നഷ്ടം വേറെ എന്താ ഉള്ളത്? ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ അവനാണ് വിജയിച്ചവൻ. അതാണ് ശരിക്കുള്ള വിജയം. ആ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പണിയെടുക്കേണ്ടത്. എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, സ്വർഗം ചോദിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അയാൾ 3 തവണ സ്വർഗം ചോദിച്ചാൽ, ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് 3 തവണ സ്വർഗം ചോദിച്ചാൽ, സ്വർഗം അള്ളാഹുവിനോട് പറയുന്നതാണ് അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹു ആ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഒരാൾ 3 തവണ നരകത്തിൽ നിന്ന് അഭയം ചോദിച്ചാൽ, അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചാൽ, നരകം പറയുന്നതാണ് അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അള്ളാഹുവെ നരകത്തിൽ നിന്ന് ആ മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണമേ. ആത്മാർത്ഥമായിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പണിയെടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അള്ളാഹു സ്വർഗത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ.